തിങ്കളാഴ്ച ഗാസയിൽ ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചത് വൻ പ്രഹരശേഷിയുള്ള ബോംബുകളാണെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. 230 കിലോ ഭാരമുള്ള AK-82 ജനറൽ പർപ്പസ് ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം പ്രയോഗിച്ചതെന്നാണ് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. വലിയ സ്ഫോടനത്തിൽ ബോംബിൻ്റെ ഭാഗങ്ങൾ പ്രദേശത്ത് ചിതറിത്തെറിച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത്. ഇത്തരമൊരു ആയുധം ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണെന്നും അത് ഒരു യുദ്ധക്കുറ്റമായി കണക്കാക്കാമെന്നുമാണ് അന്താരാഷ്ട്ര നിയമത്തിലെ വിദഗ്ധർ നിരീക്ഷിക്കുന്നത്. വലിയ തോതിൽ കുട്ടികൾ, സ്ത്രീകൾ, പ്രായമായവർ എന്നിവരുടെ സാന്നിധ്യം ആക്രമണം നടന്ന മേഖലകളിൽ ഉള്ളതുമൂലമാണിത്. മേഖലയിൽ നിന്ന് ദി ഗാർഡിയന് വേണ്ടി അൽബക കഫേയുടെ ചിത്രങ്ങളിൽ സ്ഫോടനം നടന്ന മേഖലയിൽ നിന്ന് അവശിഷ്ടങ്ങളിൽ നിന്നുള്ള ആയുധത്തിൻ്റെ ഭാഗങ്ങൾ കണ്ടെത്താനായിരുന്നു. US നിർമ്മിതമായ ഒരു MK-82 ജനറൽ പർപ്പസ് ബോംബിൻ്റെ ഭാഗങ്ങളാണെന്ന് വിദഗ്ധർ ഇതിനോടകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ബീച്ച് കഫേയിലുണ്ടായ സ്ഫോടനത്തിന് പിന്നാലെ മേഖലയിലുണ്ടായ വലിയ ഗർത്തം MK-82 പോലുള്ള വലുതും ശക്തവുമായ ബോംബ് പ്രയോഗിച്ചതിൻ്റെ തെളിവാണെന്നാണ് ദി ഗാർഡിയൻ വിദഗ്ധരെ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന് മുൻപായി സാധാരണക്കാർക്ക് ദോഷം വരുത്താനുള്ള സാധ്യത ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം ആക്രമണത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. എന്നാൽ കഫേയിൽ നടന്ന ആക്രമണത്തിൽ 24-നും 36-നും ഇടയിൽ പാലസ്തീൻ സ്വദേശികൾ കൊല്ലപ്പെട്ടതായും നിരവധി പേർക്ക് പരിക്കേറ്റതുമായാണ് മെഡിക്കൽ, മറ്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ ഉദ്ധരിച്ച് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മരിച്ചവരിൽ കുട്ടികളും സ്ത്രീകളും ഉള്ളതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ജനീവ കരാർ അനുസരിച്ച് ഇത്തരം ആക്രമണങ്ങൾ വിലക്കപ്പെട്ടതാണ്. ബീച്ചിന് അഭിമുഖമായി ഉണ്ടായിരുന്ന കഫേയിൽ 2 നിലകളാണ് ഉണ്ടായിരുന്നത്. ഈ കഫേയിലേക്കാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം MK-82 പോലുള്ള വലിയ ശക്തമായ ബോംബുകൾ ഉപയോഗിച്ചതും അനവധി പേരുടെ ജീവൻ അവിടെ നഷ്ടപ്പെടാനും ഇടയായത്.